തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. അപ്പൊ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? ഞങ്ങളൊന്ന് സ്ഥാനാർത്ഥിയുടെ ഈ പര്യടനവും സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ 25-ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഈ പര്യടനം തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസമായല്ലോ, 4-5 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ ഈ തുടങ്ങി നമ്മള് വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ വോട്ടർമാരുടെ സമീപനം കൃത്യമായ സ്വീകരണമാണ് അവരെ ഇന്ന് കിട്ടുന്നത്. അവരെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ്. ഞങ്ങളെല്ലാം ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ വളരെ നമ്മൾ ആവേശത്തോടു കൂടിയാണ് ഓരോ വീടുകളുടെ അകത്ത് കയറ്റി ഇരുത്തി സംസാരിച്ച് പോകുന്നത്. പിന്നെ അച്ഛൻ തന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. അച്ഛൻ കൗൺസിലറായിരുന്നു കെ കേശവൻ. ആ രീതിയിലുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള LDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ പള്ളത്തരാമൻ കേന്ദ്രം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സഖാവാണ് സഖാവ് AK കാർത്തികേയൻ്റെ സ്മരണയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇതെല്ലാം നമ്മൾ LDFൻ്റെ കൗൺസിലർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഇവരെല്ലാം ബന്ധങ്ങളും അച്ഛൻ തന്ന ബന്ധങ്ങളും ഒക്കെ ഇതിനൊരു പ്രധാനപ്പെട്ടൊരു ഘടകമായിരിക്കും. ഈ പ്രാവശ്യം നമ്മൾ ജയിക്കും. പാർട്ടി സഖാവ് അജീഷിന് ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നഗരസഭ 75-ാം ഡിവിഷൻ അമരാവതിയിലെ LDF സ്ഥാനാർത്ഥി K അജേഷാണ് ഉള്ളത്. വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ചാണ് അജേഷ് താൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. രാവിലെ 7 മണിക്ക് പ്രവർത്തകരോടൊപ്പം വീട് വീടാന്തരം കയറിയിറങ്ങുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഉച്ചയോടെ ഭവന സന്ദർശനങ്ങൾ കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് ഭവന സന്ദർശനത്തിന് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥി. സഖാവ് AK കാർത്തികേയൻ്റെ കാലത്താണ് 28-ാം ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചത്. നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഇടവഴികളിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഇടവഴികളും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതികളായിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടൊക്കെ വെറും ശൂന്യമായി ഒരു കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം കാർത്തിക സഖാവ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പള്ളത്തരാമൻ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. അതുപോലെ തന്നെ ശ്മശാനം, അതുപോലെ ആയുർവേദ ആശുപത്രി, അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി, അതുപോലെ വായനശാല, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, നമ്മുടെ പാർക്കുകൾ, അങ്ങനെ വേണ്ട സകലമാന കാര്യങ്ങളും 28-ാം ഡിവിഷൻ്റെ അകത്ത് കൊണ്ടുവന്ന സഖാവ് AK കാർത്തികേയൻ്റെ കാലത്താണ്. പിന്നീട് വന്ന KK അശോകനും PS രാജവും ബെന്നി ഫെർണാണ്ടസും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം മനുഷ്യത്വപരമായ സമീപനങ്ങളാണ് കാഴ്ചവെച്ചത്. എല്ലാ വീടുകളിലെ ജനങ്ങളും ഏത് സമയത്ത് വിളിച്ചാലും പാതിരാത്രി ആണെങ്കിൽ പോലും ഇറങ്ങി ചെന്ന് അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും വില്ലേജ് ഓഫീസിലാണെങ്കിലും കോർപ്പറേഷൻ ഓഫീസിലാണെങ്കിലും ഒക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് അത് കാണുന്നില്ല. അതൊക്കെ എല്ലാം അന്യം നിന്ന് പോകുന്ന സ്ഥിതിയിലേക്ക് ഇന്നും നമ്മളെല്ലാം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ പോലും നമ്മളാണ് ഈ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലാണെങ്കിൽ എടുത്ത് പരിശോധിച്ചാൽ ആളുകളുമായി ജനങ്ങൾക്ക് വേണ്ടി അതാണ് നമ്മുടെ ഈ പാർട്ടിനെ കുഴപ്പത്തിൽ എത്തിക്കണം. മറ്റേ പാർട്ടി കണ്ട തമ്മിലടിച്ചടിച്ച് നമ്മളെ ഐക്യം വേണം. ഈ നിൽക്കുന്ന എല്ലാവരും വിജയിച്ച് കഴിയാൻ കൂടെ തന്നെ ഉണ്ടാകണം. മനസ്സിലായ? അതാണ് കൂടെ നിർത്തണം, കൂടെ ആയിരിക്കണം, സ്വീകരിക്കണം. ഏതൊരു വ്യക്തി വന്ന് നമ്മുടെ അടുത്ത് ഒരു ആവശ്യം വന്ന് പറഞ്ഞ് അതിന് പറ്റിയതാണെങ്കിൽ ചെയ്തു കൊടുത്തിരിക്കണം. അതാണ് ആവശ്യം. അത് മാത്രമേ നമ്മളെ വിജയിപ്പിക്കുകയുള്ളൂ. പിന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും നമ്മൾ അത് ഏത് പാർട്ടിയാവട്ടെ ഏത് ജാതിയാവട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ അതിനു വേണ്ടി ഒരാൾ സഹായം തേടി വന്നാൽ അത് ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ കസേരയുടെ പവർ. വിജയിച്ചു വന്നാൽ ഡിവിഷനിൽ യുവാക്കൾക്കായി ടെർഫും സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിനുമാണ് പ്രധാനമായും പ്രാമുഖ്യം നൽകുക എന്ന് അജേഷ് വ്യക്തമാക്കി. ഫോർട്ട് കൊച്ചി വെളിയിലെ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതും
തന്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതായും അജേഷ് വ്യക്തമാക്കി. വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.